ഹലോ, എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ഈ വീഡിയോ കാരണം ഞാൻ പോളണ്ടിൻ്റെ പുറത്തായിരുന്നു. കാരണം മറ്റ് രാജ്യങ്ങൾ ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ബെൽജിയം ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയാത്തത്. കാരണം ഇവിടെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമുണ്ട്. നമുക്ക് റോമിങ് ആയതുകൊണ്ട് നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യപ്പോൾ ഒരുപാട് നെറ്റ് ചിലവാകുന്നുണ്ട്. പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ താമസം അല്പം കൂടുതലായിരുന്നു പണി. അതുകൊണ്ടാണ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയാത്തത്. ഒരുപാട് സബ്സ്ക്രൈബ് എന്നെ മെസ്സേജ് പേഴ്സണലായിട്ട് വിളിച്ച് ചോദിച്ചു, എന്താ വീഡിയോ ഒന്നും വരാത്തേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഓഡി ബ്രസൽസിൽ നിന്ന് ലോഡുമായി മൊർബാച്ച് എന്നാണ് സ്ഥലത്ത് ജർമ്മനിയിലോട്ട് പോകുന്നത്. ഹൈ റേഞ്ച് ഏരിയയാണ്. ഹൈ റേഞ്ച് ഞാൻ വന്നിട്ട് ഇത്രയും വലിയ ശക്തമായ ഒരു ക്ലൈമറ്റ് ഞാൻ അഭിമുഖീകരിച്ചിട്ടില്ല. കാരണം എനിക്കൊന്നു 10 ഡിഗ്രി കൂടുതലാണ് എൻ്റെ വണ്ടിയിൽ ഇപ്പോൾ ടെമ്പറേച്ചർ കാണിക്കുന്നത്. റോഡിൻ്റെ ഇരുവശങ്ങളിലും നല്ല മഞ്ഞാണ്, നല്ല അടിപൊളി മഞ്ഞാണ്. മഞ്ഞെന്ന് പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. റോഡ് മാത്രമാണ് ഈ ഇങ്ങനെ മഞ്ഞില്ലായിരിക്കുന്നത്. ബാക്കി ഇരുവശങ്ങളിലും അതിശക്തമായ മഞ്ഞാണ്. മഞ്ഞ് വീഴ്ചയും മഞ്ഞിൽ കുളിർച്ച് കിടക്കുകയാണ് മരങ്ങളും വീടുകളും എല്ലാം. പക്ഷെ നല്ലൊരു രസമുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ വേറൊരു ഇത്രയും തണുപ്പാണെങ്കിൽ പോലും, ഐസാണെങ്കിൽ പോലും നമുക്ക് ആ ടെമ്പറേച്ചർ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതൊരു വല്ലാത്തൊരു ഇതാണ് കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട്. നല്ല രസമുള്ള ഒരു ക്ലൈമറ്റായിരുന്നു. ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴും നിങ്ങളും ഇത് എൻജോയ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റും ഈ വീഡിയോ കാണുമ്പോൾ. അപ്പം എല്ലാവരും എനിക്ക് ഒരിക്കൽ കൂടി ഞാൻ എല്ലായിടത്തും പറയണം, എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തുക, നിങ്ങളെ നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം, ഒരുപാട് പേരിൻ്റെ ചോദിച്ച സംശയങ്ങൾക്കെല്ലാം ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. എന്നെക്കൊണ്ട് ചെയ്യും. നിങ്ങൾ ഈ എൻ്റെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് സംശയങ്ങൾ, ഇവിടെ വരുന്നത് എങ്ങനെയാണ് നമുക്ക് വരാൻ പറ്റുന്നത്, ഏത് ഏജൻസിയാണ് എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ളവർക്കെല്ലാം ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിലുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. എന്നെ അറിയാവുന്ന രീതിയിലുള്ള ഹെൽപ്പ് ഞാൻ അവർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ആ റോഡിൻ്റെ ഇരുവശങ്ങളിലും കണ്ടോ, ആ വീടുകളൊക്കെ മഞ്ഞിൽ കുളിച്ച് നിൽക്കുക. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം.
നിങ്ങൾ ഇതുവരെയുള്ള വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കണ്ട റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ള വൃക്ഷങ്ങളെല്ലാം നല്ല മഞ്ഞിൽ കുളിച്ചിരിക്കുകയാണ്. എൻ്റെ ഒരു വേറൊരു ഡൗട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മുമ്പ് ഇതുവഴി പോകുന്ന വഴിക്ക് ഇവിടെ മാനും പിന്നെ മുയലും കുറേ പക്ഷികളെല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അവസ്ഥ ഇപ്പോൾ എന്താണെന്നാണ് എൻ്റെ ഒരു സംശയം. എന്തായിരിക്കും സ്ഥിതി? എവിടെ കയറിയിരിക്കും? തണുപ്പത്ത് നമുക്ക് തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ വണ്ടിയിൽ ഹീറ്റർ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ പോകുന്നത്. നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളല്പം നമ്മളെ ഗൂഗിൾ നമ്മളൊന്ന് ചതിച്ച്, നാവിഗേഷൻ ചതിച്ച്, അങ്ങനെ നമ്മളൊരു ഇടുങ്ങിയ വഴിയിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ വണ്ടി അലോഡ് അല്ല, പക്ഷേ രാവിലെ ആയതുകൊണ്ട് വണ്ടികൾ വല്ല തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. നമ്മളെ വണ്ടി ഉൾഗ്രാമങ്ങളിൽ ഇങ്ങനെ ഈ ടൗണിലൊന്നും കയറില്ല. പക്ഷേ നമുക്ക് നമ്മളെ നാവിഗേഷൻ ചെറുതായിട്ടൊന്ന് ചതിച്ച് നമ്മൾ യാദൃച്ഛികമായിട്ട് ഒരു വഴി തെറ്റി ഇങ്ങോട്ട് പോയി. അങ്ങനെ അതിൻ്റെ ഹൈവേ തിരക്കി നമ്മളിങ്ങനെ നടക്കുകയാണ്. ഒരു ഹൈവേ ഒരു ചെറിയൊരു ഗ്രാമത്തിനകത്തായിപ്പോയി എന്ന് പറയുമ്പോൾ, ഗ്രാമം എന്ന് പറയുമ്പോൾ 2 വേ റോഡാണ്. പിന്നെ നല്ല ഇടുങ്ങിയ റോഡ്, ഇരുവശങ്ങളിലും നല്ല വീടുകളും. പിന്നെ ഒന്നും പറയണ്ട, നമ്മളൊരു 2-3 മണിക്കൂർ ഇവിടെ കിടന്ന് ആകെ കഷ്ടപ്പെട്ട് ലാസ്റ്റിൽ ഒരു വിധം നമുക്ക് ആ ഹൈവേ കിട്ടി. നമ്മൾ ഹൈവേയിലോട്ട് ഇറങ്ങി. രാവിലെ ആയതുകൊണ്ട് വലിയ പോലീസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പുറത്ത് എടുക്കാൻ പറ്റി. വീട് കാണണ്ട ഇവിടുത്തെ, ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ കൺസ്ട്രക്ഷൻ്റെ ഒരു ഇതാണ്. ഈ കൺസ്ട്രക്ഷൻ ഇങ്ങനെ വീടുകൾ വെക്കാനുള്ള പ്രധാന കാര്യം ഇതാണ്. ഈ ഐസ് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് അരിഞ്ഞു പോവാനും താഴെ വീഴാനും വേണ്ടിയാണ് അവർ ഇങ്ങനെ ഈ ത്രികോണ ടൈപ്പിൽ വീട് വയ്ക്കുന്നത്. സ്ക്വയർ ടൈപ്പ് വീടുകളൊന്നുമില്ല, കണ്ടംപററി സ്റ്റൈൽ വീടുകളൊന്നും നമുക്കിവിടെ കാണാൻ കഴിയില്ല. എല്ലാ വീടുകളും ഇങ്ങനെ ചെറിയ വീടുകളായിരിക്കും. എന്നാലും നല്ല രസമാണ് ആ വീടുകളും എല്ലാം. ഇപ്പോൾ എന്ന് പറയുമ്പോഴെന്തോ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് നമുക്ക് തോന്നുന്നത്. നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളിൽ എത്തിക്കണം എന്നുള്ള അതിയായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് വീഡിയോ അത്ര കഷ്ടപ്പെട്ട് ഞാൻ എടുത്ത് നിങ്ങളിൽ എത്തിച്ചത്. അങ്ങനെ നമ്മൾ വഴി തെറ്റി നമ്മൾ ലാസ്റ്റിൽ ഹൈവേ തിരക്ക് ലക്ഷ്യമായി നമ്മൾ നീങ്ങുകയാണ്. ഇതൊരു പള്ളിയാണ്. നല്ല ഒരു മഞ്ഞിൽ ഒരു ചെറിയൊരു തടാകത്തിൻ്റെ വെളിയിലായിട്ടൊരു മോസ്ക്, ഒരു ചർച്ച്. നല്ല രസമുണ്ട്. അങ്ങനെ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് എന്തായാലും നിങ്ങളതിൻ്റെ കമൻറ്റ് പറയണം കേട്ടോ. നിങ്ങൾ ഇത് കണ്ടിട്ട് എങ്ങനെ ഉണ്ട്. നമ്മളിപ്പോൾ ജർമ്മനിയിലാണ്. പക്ഷേ ബെൽജിയവും ഫ്രാൻസൊന്നും ഇത്ര തണുപ്പില്ല കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ ഇത്ര ഐസ് വീഴ്ചയില്ല. ഇതൊരു ഹൈ റേഞ്ച് മേഖല ആയതുകൊണ്ടായിരിക്കാം ഇത്രത്തോളം ഉള്ളത്. ഈ ജർമ്മനിയിലെ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ ഐസില്ല. ഞാൻ ഇന്ന് വന്നപ്പോൾ ഇവിടെ ഉണ്ട്. പിന്നെ വരുന്ന വഴിയിലെല്ലാം ഇങ്ങനെയാണ്. ഇത് ഇവിടെ പറയാൻ പറ്റില്ല. ഇവിടുത്തെ ക്ലൈമറ്റ് പെട്ടെന്ന് അങ്ങ് മാറും, പെട്ടെന്ന് കൂടും. എന്നാലും 0യിൽ താഴെ പോകില്ല കേട്ടോ. 0.6 ഒക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. +2, 3 ഒക്കെ ഉള്ളൂ. തണുപ്പ് സമയമാണ് ഇപ്പോഴും. അതായത് ഏപ്രിൽ മാസം വരെ ഇവിടെ ഇതുപോലെയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ വന്നിട്ടിപ്പോൾ ഒരു ഏപ്രിലൊക്കെ ആകാൻ പോകുന്നതല്ലേ ഉള്ളൂ, 1 വർഷം ആവാൻ പോകുന്നതല്ല. അപ്പോൾ അടുത്ത വർഷം നമുക്ക് കറക്റ്റ് ക്ലൈമറ്റ് നമുക്ക് പ്രവചിക്കാൻ പറ്റും. കണ്ടത്ത ഒരു പുഴ പുഴയൊക്കെ ഐസായേ പോകുന്നത് കേട്ടോ. ആ വെള്ളമൊന്നും നീങ്ങുന്നില്ല, ഐസാണ്. എന്തായാലും നല്ല രസമുണ്ട് കണ്ടോ. ഇത് 2 വേ റോഡാണ്, വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല രസമുണ്ട്. പിന്നെ എൻ്റെ പഴയ വീഡിയോ ഇപ്പോൾ ഞാൻ ഇവിടം വരെ ഇവിടെ എങ്ങനെ എത്തി എന്നുള്ളത് ഞാൻ ഒരു എപ്പിസോഡാക്കി വെച്ചിരിക്കുകയാണ്. അത് അടുത്ത എപ്പിസോഡ് ഞാൻ ചെയ്യും. കാരണം ഞാൻ എങ്ങനെയാണ് വിസ സ്റ്റാമ്പ് ചെയ്ത് വിസ കിട്ടിയത് വരെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എത്തിയത്, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് മറ്റൊരു എപ്പിസോഡ് ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. 2 വേ റോഡ് ആയതുകൊണ്ട് റോഡിലൊക്കെ ഐസ് ആയതുകൊണ്ട് ഇവിടെ സിഗ്നൽ നമ്മൾ നിൽക്കും. മറ്റ് വണ്ടികൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് തിരിച്ച് പോകാൻ വേണ്ടി പറ്റുകയുള്ളൂ. കണ്ടോ, ഇതുവരേക്കും നമ്മൾ എത്തിയില്ല കേട്ടോ. ഇതുവരേക്കും നമ്മളങ്ങ് എത്തിയിട്ടില്ല മെയിൻ റോഡിൽ. ഇനിയുണ്ട് ഒരു 10-40 കിലോമീറ്റർ അധികം നമ്മൾ ഇനി എത്തി.
ഇവിടെ ഇപ്പം സമയം രാവിലെ 6 മണിയായി. ഇപ്പോഴും കുറച്ച് നമുക്ക് ഇനി ഏകദേശം നമ്മളെ സ്ഥലത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ ഏകദേശം ഒരു 90-95 കിലോമീറ്റർ ഓടിയാൽ മാത്രമേ നമ്മളെ ലോഡിംഗ് പ്ലേസിൽ എത്തുള്ളൂ. അപ്പോൾ അത് ലക്ഷ്യമായിട്ട് നമ്മൾ നീങ്ങുകയാണ്. എന്തായാലും ഇവിടെ നേരം ഇപ്പം ഉണർന്ന് എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. ബായ്.